ഉത്സവ സീസണും വേനലും പരീക്ഷയും വസ്ത്രവിപണിക്ക് മാന്ദ്യം. പെരുന്നാൾ എത്തിയിട്ടും കാര്യമായ വിൽപ്പനയില്ലാതെ വസ്ത്രവിപണി. വിവിധതരം മോഡലുകളിലുള്ള വസ്ത്രങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. വേനലും പരീക്ഷാ സീസണുമായതോടെ വിപണി പ്രതിസന്ധി നേരിടുകയാണ്. പെരുന്നാൾ പ്രമാണിച്ച് വസ്ത്രങ്ങളുടെ ചെറിയ തോതിലുള്ള കച്ചവടം നടക്കുന്നുണ്ട്. ഓഫറുകൾ നോക്കിയാണ് അധികം പേരും കടകളിലെത്തുന്നത്. കുട്ടികളുടെ വസ്ത്രത്തിനാണ് വലിയ ഡിമാൻഡ്. തുണിയെടുത്ത് തയ്പ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഓൺലൈൻ വിപണി കാര്യമായി ബാധിച്ചതായി വസ്ത്രവ്യാപാരികൾ പറയുന്നു. പലരും വീട്ടിലിരുന്ന് ഓൺലൈനിൽ വസ്ത്രങ്ങൾ ഓർഡർ ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. ഇത് ഈ മേഖലയെ കാര്യമായി ബാധിച്ചതായി വ്യാപാരികൾ പറഞ്ഞു. ഉത്സവങ്ങൾക്കും മറ്റു തിരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകൾക്കുമായി നിരവധി പേരാണ് വ്യാപാരികളെ സമീപിക്കുന്നത്. കച്ചവടം കുറഞ്ഞതോടെ സംഭാവന നൽകുന്നതും കുറവാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. നമ്മുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ പെരുന്നാളിൽ കഴിഞ്ഞ വർഷങ്ങൾ പോലെ ബിസിനസ് കുറവ് തന്നെയാണ്. വസ്ത്രവ്യാപാര മേഖലകളിൽ കഴിഞ്ഞ ഓണത്തിനും അതിന് റംസാനും വിഷു ഇങ്ങനെ ഓരോ ഫെസ്റ്റിവലിനും എല്ലാ മോഡലും ഞങ്ങൾ ചെറുകിട വ്യാപാരികൾ ഇറക്കി വെക്കാറുണ്ട്. പക്ഷേ ഈ ഓൺലൈനിൻ്റെ ബിസിനസ് വ്യാപകമായി നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ മേഖലകളിലും വസ്ത്രവ്യാപാര രംഗത്ത് മാത്രമല്ല ചെരുപ്പ് കടകൾ, അതുതന്നെ ഫാൻസി കടകൾ, മൊബൈൽ ഷോപ്പുകൾ, ഒട്ടനവധി മേഖലകൾ ഈ വ്യാപാരികൾക്ക് ചെറിയൊരു വല്ലാത്തൊരു വിഷമത്തെ പ്രതിസന്ധിയിലൂടെ പോകുന്നത്. കാരണം എല്ലാവരും മൊബൈലിൽ ഓർഡർ ചെയ്യുന്നു, ഓൺലൈനിലൂടെ വാങ്ങിക്കുന്നു. ഇപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആ പ്രവണത മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറയ്ക്കിറക്കം അത് വല്ലാത്തൊരു ദോഷം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ ഓരോ പ്രാദേശിക ഉത്സവങ്ങൾക്കും ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ഹസ്താനം ചെയ്യുന്നത് വ്യാപാരികൾ തന്നെയാണ്. അപ്പോൾ അത്തരം വ്യാപാരികളെ മറന്നിട്ട് എല്ലാവരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് മേഖലയ്ക്ക് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസരം ഞാനൊരു മുതലെടുത്തുകൊണ്ട് കാര്യം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യണം, ഇല്ല പറയുന്നില്ല. എന്നാലും ചെറുകിട വ്യാപാരികൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. എല്ലാ മോഡലും എല്ലാ കടക്കാരും ഇറക്കി വയ്ക്കുന്നുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ട് അതൊരു വലിയ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. കാരണം നിങ്ങൾക്ക് പറ്റിയത് തിരിച്ചു കൊടുക്കാം. നമ്മുടെ കസ്റ്റമർ നിങ്ങളോട് 10 രൂപ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരുപാട് തൊഴിലാളികൾക്ക് അത് ബാധിക്കുന്നുണ്ട്. കാരണം ഇത്തരം ബിസിനസ് കുറയുമ്പോൾ തീർച്ചയായും ഓരോ സ്ഥാപനങ്ങളിൽ ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ആ പ്രതിസന്ധി മാറ്റുക. അത് തന്നെ വരും കാലഘട്ടങ്ങളിൽ മക്കളും കുട്ടികളും ഫാമിലിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം നിങ്ങൾ എത്ര ഓൺലൈനിൽ എടുത്താലും കിട്ടില്ല എന്നുള്ള ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. റംസാൻ അനുബന്ധിച്ചിട്ട് എല്ലാവരും കഴിഞ്ഞ വർഷം ഫാമിലിയോട് എടുക്കുക. ഇപ്പുറത്തെ ഈ വർഷം വളരെ മോശമാണ് ബിസിനസ്. കാരണം വരുന്നവരൊക്കെ കുട്ടികൾക്ക് മാത്രം ഡ്രസ്സ് എടുക്കുന്നു, മുതിർന്നവർ ഡ്രസ്സ് എടുക്കുന്നില്ല. അതെന്താണെന്ന് അറിയുന്നില്ല, ഒരു പ്രതിസന്ധിയാണ്. പിന്നെ എക്സാം നടക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷയം കൂടിയുണ്ട്. എന്നാലും വ്യാപാര രംഗത്ത് കുറച്ച് കുറവ് തന്നെയാണ് ബിസിനസ്. എന്നാലും ഞങ്ങളുടെ വ്യാപാരികൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണം വേണം. മുൻപത്തെ പോലെ കുടുംബസമേതമെത്തി വസ്ത്രങ്ങൾ വാങ്ങുന്നതും കുറഞ്ഞതായി അവർ പറഞ്ഞു. കൗമാരക്കാർ നേരിട്ടെത്തിയാണ് വസ്ത്രങ്ങൾ അധികവും എടുക്കുന്നത്. ഇത് പെരുന്നാൾ, ഓണം കാലത്ത് മാത്രമേ ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ പല കടകളും അടച്ചിടേണ്ട അവസ്ഥയാണ്. ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യവും ഇതോടെ കഷ്ടത്തിലാവും. UTV ന്യൂസ്, പാലക്കാട്.